learning. It's me, your JD sir. മക്കളെ നമുക്ക് ഇന്നൊരു അടിപൊളി ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. ആക്ച്വലി നിങ്ങൾക്ക് പേപ്പർ ബോർഡ് എന്ന് പറയുന്ന ഒരു നല്ല അടിപൊളി ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. കോംപ്രഹെൻഷൻ ടൈപ്പ് ആണ്. ഫസ്റ്റ് നമ്മൾ ഒരു കഥ വായിക്കും, ആ കഥയിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന എക്സാമിലും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫുൾ ഗ്രേഡ് തന്നെ വാങ്ങാൻ പറ്റും. കണ്ടോ, അത് എന്താണ്? റീഡ് ദ സ്റ്റോറി ഗിവൻ ബിലോ. ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേപ്പർ ബോർഡ് പോലെ തന്നെയുള്ള ഒരു സ്റ്റോറിയാണ്. ആ ഒരു സ്റ്റോറി വായിച്ചിട്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എന്താണ്, ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട് അല്ലേ, നമ്മുടെ അന്നക്കുട്ടിയാണത്. ഓക്കെ, വൺ ഡേ അന്ന മെയ്ഡ് എ ക്യൂട്ട് ലിറ്റിൽ പേപ്പർ ബോർഡ്. ഒരു കുഞ്ഞു പേപ്പർ ബോർഡ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ അന്നക്കുട്ടി. ആൻഡ് ഷീ നെയിംഡ് ഇറ്റ് പപ്പു. പേപ്പർ ബോർഡിന് പേരിട്ടു. എന്താണ് പേര്? പപ്പു. നൈസ് നെയിം അല്ലേ? ഓക്കെ, അന്ന ലോഞ്ച് ദ പപ്പു ഇൻ ദ സ്ട്രീം. ആ ഒരു അരുവിയിൽ എന്താക്കി, അങ്ങനെ ലോഞ്ച് ചെയ്തു, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അതങ്ങനെ എന്താക്കി ഒഴുക്കി വിടാൻ തുടങ്ങി. ഒഴുക്കി വിട്ടു. പപ്പു ദ പേപ്പർ ബോർഡ്. പപ്പു പേപ്പർ ബോർഡിന്റെ പേരെന്താണ്? പപ്പു. sailed down the stream swiftly. sailed എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്താക്കി ഈ ഒരു വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്നതാണ് sailed എന്ന് പറയാം. ഓക്കെ, sailed down the stream. ആ ഒരു അരുവിയിലൂടെ ഇങ്ങനെ, ആ ഒരു തോട്ടിലൂടെ ഇങ്ങനെ പോയി. സ്വിഫ്റ്റ്ലി, ഭയങ്കര സ്വിഫ്റ്റ്ലി പറഞ്ഞാൽ ഭയങ്കര സ്പീഡായിട്ട്. മറന്നു പോരത്തെ, ഓരോ വേർഡും നല്ല ഓർമ്മയാണ്. ഇതൊക്കെ ആക്ടിവിറ്റിയിൽ യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, സ്വിഫ്റ്റ്ലി ഭയങ്കര സ്പീഡായിട്ട് പോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. ഇവിടെ എത്തി. സഡൻലി, പെട്ടെന്ന് it got stuck with a stone. ഒരു കല്ലിൽ തട്ടി അങ്ങോട്ട് സ്റ്റക്കായി നിന്ന് പോയി. കണ്ടോ, ആ ഒരു പേപ്പർ ബോട്ട് വിഷമിച്ചിരിക്കുക. പാവണ്ട് ആ ഒരു പേപ്പർ ബോട്ട്. A frog saw this. അവിടെ നല്ലൊരു തവളച്ചാരുണ്ടായിരുന്നു. തവള അത് കണ്ടു. Frog saw this. അത് കണ്ടു. It pushed the boat down. അത് നല്ല തള്ളി കൊടുത്തു. മീൻസ് ഈ പേപ്പർ ബോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കല്ലിൽ തട്ടി നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പുഷ് കൊടുത്താൽ എന്താവും, അതങ്ങോട്ട് പോയിക്കോളും. അങ്ങനെ തള്ളി കൊടുത്തു. The boat down. അങ്ങനെ ബോട്ട് എന്താക്കി, അങ്ങനെ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. താങ്ക് യു ഡിയർ, കം ജംപ് ഓൺ ടു മീ, ലെറ്റ്സ് ഗോ ടു ദ സീ ഷോർ. നമ്മുടെ പേപ്പർ ബോട്ട് എന്താ പറയുന്നത്? ആ ഒരു ഫ്രോഗിനോട്, തവളയോട് താങ്ക്സ് പറയാണ്. താങ്ക് യു ഡിയർ, കം ജംപ് ടു മീ. നിന്റെ മേലെ കയറിക്കോ, എന്റെ പേപ്പർ ബോട്ടിൽ വേണമെങ്കിൽ നീയും കയറിക്കോ. ലെറ്റ്സ് ഗോ ടു ദ സീ ഷോർ. നമുക്ക് എന്താക്കാം, കടൽ തീരത്തേക്ക് പോവാം എന്ന് പറഞ്ഞു. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഫ്രോഗ് പറയാണ്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഒരു നല്ല ഐഡിയ ആണല്ലോ അത്. ഓക്കെ, നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ എന്തായിരിക്കും സംഭവിക്കുക? അതാ നമ്മുടെ തവളച്ചാർ എന്താക്കി, ആ ഒരു പേപ്പർ ബോട്ടിലേക്ക് എടുത്തു ചാടി. അവര് രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. നോക്കാം. പപ്പു സെഡ്, നമ്മുടെ പേപ്പർ ബോട്ട് പപ്പു പറഞ്ഞു, താങ്ക് യു ഡിയർ, കം ഓൺ ലെറ്റ്സ് ഗോ ടു ദ സീ ഷോർ. നമ്മൾ നേരത്തെ പറഞ്ഞു ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ആ ഒരു ഫ്രോഗ് തിരിച്ചു പറഞ്ഞു, നല്ല ഐഡിയ ആണ്. ദ ഫ്രോഗ് ജംപ്ഡ് ഇൻടു ദ ബോട്ട്. ആ ഒരു ബോട്ടിലേക്ക് എടുത്തു ചാടി. ദേ സെയിൽഡ് ടു ദ സീ ഷോർ ഹാപ്പിലി. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു കടൽ തീരത്തേക്ക് അവരെന്താക്കി, യാത്ര ചെയ്തു പോയി. ഓക്കെ, ഈ ഒരു പേപ്പർ ബോട്ടിൽ യാത്ര ചെയ്ത് അവിടെ എത്തി. ഓക്കെ, ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനിയാണ് നിങ്ങൾ നന്നായിട്ട് കഥ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. കണ്ടോളൂ, ഇതാണ് ആക്ടിവിറ്റി. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ കോളം ബി. കോളം ബിയിൽ കുറെ വേർഡ് ഉണ്ട്. എന്തൊക്കെയാ വേർഡ്? സീഷോർ ഉണ്ട്, പപ്പു ഉണ്ട്, ഫ്രോഗ് ഉണ്ട്. ഈ 3 വേർഡ് യൂസ് ചെയ്തിട്ട് താൻ കംപ്ലീറ്റ് ദ സെന്റൻസ് ഇൻ കോളം എ. കോളം എയിൽ കുറെ സെന്റൻസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മൾ ചെയ്താലോ? സാർ, JD സാർ ജസ്റ്റ് എന്താക്കുക, ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു നോക്കുക എന്തായിരിക്കും അതിന്റെ ആൻസർ എന്നുള്ളത്. ഓക്കെ, സെറ്റ് ആണല്ലോ? The name of the paper boat is. പേപ്പർ ബോട്ടിന്റെ പേരെന്താ? പേപ്പർ ബോട്ടിന്റെ പേരെന്തായിരുന്നു? ഇതിലുണ്ട് ആൻസർ. സീഷോർ എന്നാണോ, അല്ലെങ്കിൽ പപ്പു എന്നാണോ, അല്ലെങ്കിൽ ഫ്രോഗ് എന്നാണോ? യെസ്, ഡെഫിനറ്റ്ലി അതിന്റെ പേരെന്താണ്? പപ്പു. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, പപ്പു കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ഡാഷ് പുഷ് ദ പേപ്പർ ബോട്ട് ഡൗൺ. പേപ്പർ ബോട്ടിന്റെ താഴോട്ട് തള്ളിവിട്ടത് ആരാണ്? ഫ്രോഗ് ആണോ, സീഷോർ ആണോ? ഏതാണ്? ഈസി ആണ് അല്ലേ? ഫ്രോഗ് ആണ് ജസ്റ്റ് തള്ളിവിട്ടത്. നിങ്ങൾ വീണ്ടും കറക്റ്റ് ആക്കിയിരിക്കുന്നു. യു ഗൈസ് ആർ ഗ്രേറ്റ്. കൊള്ളാം, പൊളി. അപ്പൊ അത് ഫ്രോഗ് ആണ്. ഓക്കെ, അവിടെയൊക്കെ അത് ഫ്രോഗ് എന്ന് എഴുതി കൊടുക്കണ്ടോ? ജസ്റ്റ് ഇങ്ങനെ വരച്ചാലൊന്നും പോരാ. എന്താക്കണം? ഇവിടെ എന്താക്കണം? ഫസ്റ്റ് നിങ്ങൾ എന്തേനു പറഞ്ഞത്? യെസ്, പപ്പു. വലുതായിപ്പോയി. ഓക്കെ, ചെറുതാക്കാം. പപ്പു. എന്നിട്ട് അടിയിൽ രണ്ടാമത് ഫ്രോഗ് ആണ് പുഷ് ചെയ്തത് അല്ലേ? ഫ്രോഗ്. ഇനി ദ ബോട്ട് ആൻഡ് ദ ഫ്രോഗ് വെന്റ് ടു ദ. ഫ്രോഗും ബോട്ടും എവിടേക്കാ പോയത്? യെസ്, ഇനി ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ, സീ ഷോർ. യെസ്, സീ ഷോറിലേക്കാണ് പോയത്. അത് അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇവിടെ
സീ ഷോർ. ഓക്കെ, ഇനി നമുക്ക് ഒരു ടാസ്ക് കൂടി ഉണ്ട്. ഇത് ഫുൾ ഗ്രേഡ് നമുക്ക് കിട്ടില്ല, ഇത് മാത്രം എഴുതിയാല് ഇതൊക്കെ ഒരു സെന്റൻസ് ആക്കി ഇവിടെ എഴുതി കൊടുക്കണം. നമുക്ക് എഴുതി കൊടുത്താലോ? ഓക്കെ, എഴുതി കൊടുത്താലോ? ജസ്റ്റ് എഴുതി കൊടുക്കാം. ദ നെയിം ഓഫ് ദ പേപ്പർ ബോട്ട് ഈസ് പപ്പോ. യെസ്. നെക്സ്റ്റ് വൺ, the frog pushed the paper boat down. താഴേക്ക് പുഷ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ, the boat and the frog went to the seashore. സ്ഥലമില്ലായിട്ട് ഇവിടെ ഇതാണ്. യെസ്, സെറ്റ് ആണല്ലോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഗ്രേഡ് കിട്ടി. പിന്നെ ഇനി ചെറിയൊരു കുഞ്ഞു ആക്ടിവിറ്റി കൂടി കൊണ്ട് കണ്ടോളി, നോക്കോളൂ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിത്ത് ദ മീനിങ് സ്പീഡിലി. സ്പീഡിലി എന്നർത്ഥം വരുന്ന വേർഡിന്റെ ആ ഒരു മീനിങ് വരുന്ന ആ ഒരു വേർഡ് കണ്ടെത്തുക. സ്വിഫ്റ്റ്ലി ആണോ, ലോഞ്ച്ഡ് ആണോ, ഹാപ്പിലി ആണോ? സ്പീഡിലി, സ്പീഡ് എന്നുള്ള അർത്ഥം വരുന്നത് ഏത് വേർഡിനാ? യെസ്, നിങ്ങൾ ഗസ് ചെയ്യാ. ഇത് ആൻസർ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഗസ് ചെയ്യാം. എന്തായിരിക്കും? ഇത് പാരന്റ്സ് ആണ് കാണുന്നെങ്കിൽ കുട്ടികളോട് പറയാ ഗസ് ചെയ്യൂ എന്ന് പറയാം, അവരോട് തന്നെ ചെയ്യിപ്പിക്കട്ടോ. ഓക്കെ, സ്വിഫ്റ്റ്ലി. യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്വിഫ്റ്റ്ലി. യെസ്, സ്വിഫ്റ്റ്ലി. യെസ് യെസ് യെസ്, കറക്റ്റ് ആണ്. ആൻഡ് ഹൂ ഇൻ ദ സ്റ്റോറി വാസ് ഹെൽപ്പിംഗ് മൈൻഡ്? ആർക്കാണ് ഇതില് ഒരു ഹെൽപ്പിംഗ് മൈൻഡ്, മറ്റുള്ള ആൾക്കാരെ സഹായിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി, അതൊരു മൈൻഡുള്ള ആളാരാണ്? അങ്ങനെ സഹായിച്ചത് ആരാ? ഇതിൽ സഹായിച്ചത് ആരാണ്? ബോട്ടാണോ, ഫ്രോഗ് ആണോ, അന്നയാണോ? ആരാണ് ആ ഒരു പേപ്പർ ബോട്ട് അവിടെ കുടുങ്ങി കിടന്ന സമയത്ത് പുഷ് ചെയ്ത് വിട്ടത് ആരാണ്? സഹായിച്ചത് ആരാണ്? യെസ്, റൈറ്റ്, ഫ്രോഗ് ആണ് അല്ലേ? യെസ്, ഫ്രോഗ് ആണ്. ഫ്രോഗിനാണ് ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളത്. ഇതുപോലെ നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരും. നന്നായിട്ട് ആൻസർ ചെയ്യുക, സെറ്റ് ആക്കുക. ഓക്കെ ആണല്ലോ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ഇനി വരും. അതുപോലെ നിങ്ങൾ 4ാം ക്ലാസ്സിലെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സപ്പിലോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം. എന്നിട്ട് ധാരാളം വീഡിയോസ് കാണാം. അതുപോലെ തന്നെ ലൈവ് സെഷനുകൾ ഉണ്ടാവും, അതും മിസ് ചെയ്യരുത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മുടെ പപ്പു പറഞ്ഞു, ഫ്രോഗ് പറഞ്ഞു, അതുപോലെ തന്നെ പിന്നെ അന്നനെ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? ഫ്രോഗിനെയാണോ, പപ്പുവിനെയാണോ, അല്ലെങ്കിൽ നമ്മുടെ അന്നനെയാണോ? ആരെയാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.